നമുക്കിന്നൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ബിരിയാണി തയ്യാറാക്കിയാലോ? ഇതിൻ്റെ പേര് കാബരി റൈസ് എന്നാണ്. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ മസാലയിലാണെങ്കിൽ മുസമ്പി നീരൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാബരി റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കും പോലെ സവാള വറുത്തെടുക്കാം. സ്റ്റൗവിലേക്കൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തത്. ഇതിൽ നമ്മൾ സാധാരണ ബിരിയാണി ചെയ്യും പോലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മസാലയിലും കുറച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സവാള വേണമെന്ന് പറഞ്ഞത്. ഇതുപോലൊരു ഗോൾഡൻ കളറാകുമ്പോൾ വറുത്ത് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് വറുത്തെടുക്കുക. ക്യാരറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഈ ക്യാരറ്റ് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ നേരത്തെ വറുത്ത ഓയിലാണ് എടുത്തത്. ഇതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അരച്ചത് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ഒരു തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു തക്കാളി അടിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കബ്സ മസാല, ചിക്കൻ മസാല, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. പുളിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഇതിൽ വെള്ളമുണ്ടാവും. ഇതിനി മൂടി വെച്ച് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള ചോറ് തയ്യാറാക്കാം. ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ മുസമ്പിയുടെ തോല്, റൈസിന് ചെറിയൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല, പട്ട, ഓയിൽ, ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ബസ്മതി റൈസാണ് എടുത്തത്. ഇത് അരമണിക്കൂർ കുതിർത്തി വെച്ചതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഏകദേശം 90% കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത്ര നേരം നമ്മൾ നെയ്യൊന്നും ചേർത്തിയില്ല. ഇപ്പോൾ നെയ്യ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ വറുത്ത് വെച്ച ആ സവാളയും ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അവസാനം ഗാർണിഷ് ചെയ്യാനുള്ളത് മാത്രം മാറ്റി വെച്ച് ബാക്കിയൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മുസമ്പി നീര്. ഒരു മുസമ്പിയുടെ പകുതിയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. മുസമ്പി ജ്യൂസ് അടിച്ചിട്ടല്ല നമ്മൾ ഇതെടുത്തത്, മുസമ്പി പീനെടുത്തതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുസമ്പിയുടെ നീരൊഴിച്ചിട്ട് ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് സ്റ്റൗ ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചോറൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലൻ്റെ മുകളിലേക്ക് ഡ്രെയിൻ ചെയ്ത ചോറിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച സവാളയും ക്യാരറ്റും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില, കുറച്ച് ഗരം മസാലപ്പൊടി, ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് മുസമ്പി നീര് ഒഴിച്ചു കൊടുക്കുക.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടി ചോറിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഫുഡ് കളർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ റെഡും ഗ്രീനും ആണ് എടുക്കുന്നത്. ഈ ഒരു റൈസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ളൊരു ചോറാണ്. അതിന് നമ്മൾ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കാബരി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മൂടി തുറന്ന് ഇതിൻ്റെ മുകളിലുള്ള റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് റൈസും മസാലയും സെപ്പറേറ്റ് ആയിട്ട് വിളമ്പുകയാണ് വേണ്ടത്. ഇത് ഫുള്ളായിട്ട് മിക്സ് ചെയ്താൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് റൈസ് ആദ്യം മാറ്റി വെച്ചത്. ഇപ്പോൾ നമ്മുടെ കാബരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.